ഒരു കാരണവശാലും ഭേദിക്കപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഉരുക്ക് ഡോമുകൾ ഇസ്രയേലിൽ പൊളിഞ്ഞു വീണു. 4000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ഇസ്രായേലിലേക്ക് മിസൈലുകൾ വർഷിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ദിഗ്വിജയത്തിലേക്ക് നീങ്ങുകയാണ്. ഇസ്രായേൽ തവിടുപൊടിയാകുമെന്ന് തന്നെയാണ് ഇറാൻ കൽപ്പിച്ചിരിക്കുന്നത്. ഇറാന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു താല്പര്യവുമില്ല. ഒരേ സമയം ഇസ്രായേലിലെ പല പട്ടണങ്ങളും ആക്രമിച്ച് 1000-ൽ പരം കാഷ്വാലിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. നിരവധി പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക വിവരങ്ങൾ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീമമായ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണ്. യുദ്ധം ഈ രീതിയിൽ തന്നെ നീണ്ടുപോയാൽ വ്യോമ പ്രതിരോധ സംവിധാനം പരിപൂർണമായി തകരും. അതിൻ്റെ ബാറ്ററി സിസ്റ്റമെല്ലാം റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ഇസ്രായേലിലെ വ്യോമ പ്രതിരോധ സംവിധാനം പരിപൂർണമായി തകർന്നാൽ പിന്നെ ഇസ്രായേലിനെ പരിപൂർണമായി ആക്രമിക്കാൻ കഴിയും. ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന രാജ്യം ഈ ഭൂമിയിൽ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അതിനുവരെ സാഹചര്യം അനുകൂലമാകുന്ന ഘട്ടമാണ്. ഒരുപക്ഷെ യുദ്ധവെറിയനായ നെതന്യാഹു എന്ന വ്യക്തിയുടെ ഭരണത്തിൻ്റെ കീഴിൽ തന്നെ ഇസ്രായേൽ എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ എല്ലാ മാധ്യമങ്ങളിലും വരുന്നത്. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം പറയുന്ന ചാനലുകൾ പോലും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇറാനോട് ഏറ്റുമുട്ടാൻ ഇറങ്ങിയ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഈ യുദ്ധത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഊരി തൽക്കാലം തടിതപ്പാൻ വേണ്ടി നോക്കുമ്പോൾ ഇറാൻ അനുവദിക്കുന്നില്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ പരമോന്നതാധികാരിയായ അയത്തുള്ള അലി ഖമേനിയെ വകവരുത്തിയതിനു ശേഷം തട്ടഹസിച്ചവരോട് സന്ധിയോ സംഭാഷണമോ ഒന്നും തന്നെയില്ല. അതിന് താല്പര്യമില്ല എന്ന് കൃത്യമായി ഇറാൻ്റെ പ്രസിഡന്റായ മസൂദ് പെഷിസ്ഥാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് സാഹചര്യങ്ങൾ ഇറാനെ കൊണ്ട് യുദ്ധത്തിന് മുതിർന്നു. ഇനി ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അത് വലിയ പാടായിരിക്കും. പല കാര്യങ്ങളിലും അമേരിക്കയ്ക്ക് ഇനി ഡീൽ സൈൻ ചെയ്യേണ്ടി വരും. മധ്യസ്ഥതയ്ക്ക് പലരും വരേണ്ടി വരും. ഇറാനോട് യുദ്ധം നിർത്തേണ്ട കാര്യമില്ല എന്ന് റഷ്യ ആവർത്തിച്ച് പറയുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ധൈര്യം കൊടുക്കുന്നത് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. GCC രാജ്യങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു. അവർ ഭയചകിതരായി ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജയമല്ലെങ്കിൽ മരണം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. റെജീം ചേഞ്ച് കാണാൻ ആഗ്രഹിക്കുന്നവൻ്റെ പുക കണ്ടേ അടങ്ങുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ എല്ലാ പടക്കോപ്പുകളെയും തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവിൻ്റെ അന്ത്യമാണ് ഇറാൻ്റെ ലക്ഷ്യം. അതിനായി ഏറ്റവും പരമപ്രധാനമായ നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അമേരിക്കയിൽ എന്നല്ല, ലോകത്ത് എവിടെ പോയി ഒളിച്ചിരുന്നാലും കൈയോടെ പിടികൂടി വധിക്കുമെന്നാണ് IRGC വ്യക്തമാക്കിയിരിക്കുന്നത്.